ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എറണാകുളത്തെ സത്യവിശ്വാസികളോട് ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്നോട് ഈ ദിവസങ്ങളിൽ ധാരാളം പേര് ചോദിച്ച ഒരു സംഗതിയാണ്. അതിനുള്ള എൻ്റെ ഒരു മറുപടിയാണ് ഈ വീഡിയോ. എറണാകുളത്തെ സത്യവിശ്വാസികളാണ് ആ ചോദ്യം എന്നോട് ചോദിച്ചത്. അച്ചോ, വിശുദ്ധ വാരം വരുന്നു, വലിയ ആഴ്ച. സഭയുടെ ആണ്ടുവട്ടത്തെ ആരാധനക്രമ മത്സരത്തിൽ ഒരു ആണ്ടുവട്ടം നിൽക്കുന്ന മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവാണ് പെസഹാക്കാലം. ആ പെസഹാക്കാലത്ത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിനോടും മാർപ്പാപ്പയോടും സത്യസഭയോടും ചേർന്ന് നിൽക്കുന്നതിനാൽ എറണാകുളത്തെ വിമത വൈദികർ, വിമത അൽമായർ ഞങ്ങളെല്ലാ തരത്തിലും പീഡിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഞങ്ങളെക്കുറിച്ച് കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു, ഞങ്ങളുടെ സ്ത്രീകളെക്കുറിച്ച് കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു, അവർ പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. നട്ടം തിരിഞ്ഞു പോകുകയാണ് അച്ചോ. ഞങ്ങൾ സഹനത്തിൻ്റെ നെല്ലിപ്പടി കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ സ്നേഹിക്കുന്ന അച്ഛന്മാർ തന്നെയാണ് ഞങ്ങൾ മാർപ്പാപ്പയോട് കൂടി നിൽക്കുന്നത് കൊണ്ട്, ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, ഞങ്ങൾ സത്യസഭയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കുന്നത്. ചിലരെല്ലാം വളരെ ക്രൂരമായ രീതിയിൽ ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്. ഞങ്ങളെക്കൊണ്ട് ചില കള്ളപ്പേപ്പറിലെല്ലാം ഒപ്പിടിക്കുക, ഒപ്പിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കേസ് കൊടുക്കും, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ സാധാരണ അൽമായർ, ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ജോലിക്ക് പോകണം, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉള്ളപ്പോഴും ഈ സത്യസഭയോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റ കാരണത്താൽ മാർപ്പാപ്പയെ അനുസരിക്കണം, കർത്താവിനനുസരിക്കണം, നമ്മുടെ സഭാ നേതൃത്വം അനുസരിക്കണം എന്ന് ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അത് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന് മുമ്പിലും മനസാക്ഷിയുടെ മുമ്പിലും സഭയുടെ മുമ്പിലും ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാടാണ് ശരിയെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഈ കർത്താവിനോടും സഭയോടും മാർപ്പാപ്പയോടും ചേർന്ന് നിൽക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്കതിന് ഉത്തേജനം തരേണ്ട ആളുകൾ തന്നെ ഞങ്ങളെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പിന്നെ എല്ലാ തരത്തിലും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സവിശേഷമായി ഈ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുമ്പോൾ ഏറ്റവും എല്ലാവരും പള്ളിയിൽ വന്ന് അത്രയും മനോഹരമായ കർമ്മങ്ങളും അതിൽ നമ്മൾ ജീവിച്ച് ദൈവത്തെ ശരിക്കും നേരിട്ട് അനുഭവിച്ചു പോകുന്ന ദിവസങ്ങളാണ്. പക്ഷെ ഞങ്ങൾ പല പള്ളികളും അടഞ്ഞു കിടക്കുന്നു, പലയിടത്തും സഭാവിരുദ്ധ കാര്യങ്ങൾ നടക്കുന്നു, സഭാവിരുദ്ധ കുർബാന നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാനെന്താ പറയുക, ഞാൻ എൻ്റെ മുമ്പിൽ തോന്നിയ ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. സത്യവിശ്വാസികൾ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, പെസഹ വ്യാഴാഴ്ച പൗരോഹിത്യം സ്ഥാപിച്ച ദിനമാണ് നമ്മൾ ഓർക്കുന്നത്. എല്ലാ വിമത വൈദികരും എന്താണ് തങ്ങളുടെ പൗരോഹിത്യം എന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപയുണ്ടാകാൻ, അവർക്ക് ദൈവത്തിൻ്റെ സവിശേഷമായ കൃപയുണ്ടാകാൻ നമുക്ക് സവിശേഷ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ കുറച്ചു നേരം കൈകൾ വിരിച്ച് പിടിച്ചെല്ലാം നമ്മുടെ വിമത വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ സ്വീകരിച്ചിരിക്കുന്ന പൗരോഹിത്യം എന്ന കക്ര, പൗരോഹിത്യം എന്ന താലന്ത്, അത് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത്, എന്താണത്, അതെങ്ങനെയാണ് പരികർമ്മം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊരു തിരിച്ചറിവ്, ഒരു ബോധോദയം നമ്മുടെ വിമത വൈദികർക്കുണ്ടാകാൻ വേണ്ടി പെസഹ വ്യാഴാഴ്ച നമുക്ക് കൈകൾ വിരിച്ച് പിടിച്ച്, സാധിക്കുന്നിടത്തും കൈകൾ വിരിച്ച് പിടിച്ച് നമുക്ക് അവരുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കാം. അതാണ് ഒന്നാമത്തെ നിർദ്ദേശം എൻ്റെ. 2, ദുഃഖവെള്ളിയാഴ്ചയിലെ ഉപവാസം. അത് പറ്റുമെങ്കിൽ കഠിനമായ ഉപവാസം എടുക്കുക. അതാണ് എൻ്റെ നിർദ്ദേശം, കഠിനമായ ഉപവാസം. ആ ഉപവാസം ഈ അജഗണങ്ങളെ ഇട്ടേച്ചു പോയ ഇടയ ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി കാഴ്ചവെക്കുക. ആടുകളെ ഇട്ടേച്ചു പോയ ഇടയന്മാർക്ക് വേണ്ടി, അജഗണങ്ങളെ ഇട്ടേച്ചു പോയ ഇടയ ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി കാഴ്ചവെക്കുക ആ ഉപവാസം. അവർക്ക് ശക്തി കിട്ടാൻ. എന്താണ് അവർ ഈ അജഗണങ്ങളെ നമ്മളെ ഇട്ടേച്ച് പോയിരിക്കുന്നത്? എന്താണ് നമ്മുടെ കാര്യത്തിൽ അവർക്ക് ഒരു കരുതലില്ലാത്തത്? ഇങ്ങനെയുള്ള ഇടയന്മാരെക്കുറിച്ചല്ലല്ലോ കർത്താവ് പറഞ്ഞത്. പിന്നെ എന്തേ നമ്മുടെ മെത്രാന്മാർക്ക് ഇങ്ങനെ തോന്നാത്തത്? ആ മെത്രാന്മാർക്ക് ശക്തി കിട്ടാൻ വേണ്ടി ദുഃഖവെള്ളിയാഴ്ചയിൽ ഉപവാസം കാഴ്ചവെക്കുക. സഭാ നേതൃത്വത്തിന് ശക്തി കിട്ടാനായിട്ട്, അവർക്ക് ആത്മാവിൻ്റെ അഗ്നിയുടെ ചൂടേൽക്കാൻ, അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ ചൂടേൽക്കാൻ
അവർ ഏറ്റിരിക്കുന്ന ഈ മെത്രാൻ ദൗത്യം എന്ന് പറഞ്ഞാൽ എപ്പിസ്കോപ്പോസ്. സ്കോപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാപ്തി. എപ്പിസ്കോപ്പോസ് സൂപ്പർവൈസർ, ഓവർസിയർ എന്നാണ് ശരിക്കും അർത്ഥം. അവർ ഓവർസി ചെയ്യണം. അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ സീമയിലുള്ള സകല അജഗണങ്ങളെയും അവർ ഓവർസി ഇല്ലേ, ഓവർസിയർ ഇല്ലേ, അതിനെന്താ പറയുക, മേൽനോട്ടക്കാരാണ് അവർ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പക്ഷെ അവർക്ക് ഉത്തരവാദിത്തം ചെയ്യുന്നതിൽ എന്തോ അവരെ പിടിച്ചു വലിക്കുന്നു. അത് ഞാൻ ഒരാളുടെ രണ്ടാളുടെ കാര്യമല്ല പറയുന്നത്, കൂട്ടായുള്ള ഉത്തരവാദിത്തമാണ്. അതിനാൽ ദുഃഖവെള്ളിയാഴ്ച ഉപവാസം നമ്മുടെ ഇടയ ശ്രേഷ്ഠന്മാർക്ക് ശക്തിയും പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ ചൂടേൽക്കാനും വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. ഉപവാസം അത് വലിയ മാറ്റമുണ്ടാക്കും. മൂന്നാമതൊരു നിർദ്ദേശം, ദുഃഖവെള്ളിയാഴ്ചയിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കുരിശിന് മുമ്പിൽ മുട്ടുകുത്തും. അങ്ങനെ കുരിശിൽ മുട്ടുമടക്കുമ്പോൾ കർത്താവ് കുരിശിൽ കിടന്ന് പറഞ്ഞ 7 വാക്യങ്ങളിൽ ആദ്യത്തേതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കർത്താവിനോട് ചേർന്ന് നമുക്ക് ചൊല്ലാം. പിതാവേ, ഈ വിമത വൈദികരും വിമത അൽമായരും ചെയ്യുന്നതെന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ അവരോട് ക്ഷമിക്കണമേ. പിതാവേ, കർത്താവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഈ വിമത വൈദികരും വിമത അൽമായരും എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് ചേർന്ന് നമുക്ക് ദുഃഖവെള്ളിയാഴ്ച മുട്ടുമടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും നല്ല ഈ പ്രാർത്ഥന കേട്ടപ്പോൾ 2 കള്ളന്മാരിൽ ഒരു കള്ളന് മാനസാന്തരം വന്നു കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ട്. ഇത് നമ്മുടെ പ്രാർത്ഥന കർത്താവിന് മുമ്പിൽ എത്തുമ്പോൾ ഏതെങ്കിലും ഒരു വിമത വൈദികനെങ്കിലും ഒരു വിമത അൽമായനെങ്കിലും മാറ്റമുണ്ടായാൽ അത് ഈ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾക്ക് നമ്മൾ ആ പങ്കെടുക്കുന്ന തിരുക്കർമ്മങ്ങൾ സഫലമാകല്ലേ. അതിനാൽ ശക്തിയായിട്ട് മനോധൈര്യം കൈവിടാതെ പ്രാർത്ഥിക്കുക. 4-മത്തെ ഒരു നിർദ്ദേശം, ഇപ്പം നിങ്ങളായിരിക്കുന്ന ഇടവക പള്ളിയിൽ സഭയുടെ കുർബാനയല്ല ഉള്ളതെങ്കിൽ, നിങ്ങളുടെ ഇടവക പള്ളിയിൽ സഭയുടെ കുർബാനയല്ല ഉള്ളതെങ്കിൽ, സഭ ചൊല്ലരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ജനാഭിമുഖ കുർബാനയാണ് ചൊല്ലുന്നതെങ്കിൽ, നിവൃത്തിയുള്ളിടത്തോളം ഈ സഭ കൽപ്പിച്ച് നൽകിയ കുർബാനയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ, ചിലക്ക് ഇച്ചിരി ദൂരേക്ക് ഉണ്ടാകാം, വണ്ടി സൗകര്യമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ കുർബാന സംബന്ധിക്കാൻ പരിശ്രമിക്കുക. അതായത് സഭ ചൊല്ലണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന ആ കുർബാന എവിടെയുണ്ടോ, ചില ആശ്രമങ്ങളിലുണ്ട്, ചിലയിടത്ത് ഇച്ചിരി ദൂരം സഞ്ചരിച്ചാൽ കിട്ടും. നിവൃത്തിയുള്ളിടത്തോളം സഭ കൽപ്പിച്ച് നൽകിയ കുർബാനയിൽ സംബന്ധിക്കാൻ പരിശ്രമിക്കുക. അടുത്തൊരു കാര്യം, 5-മത്തെ ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കുർബാന അർപ്പിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളുണ്ട്, കുർബാന സംബന്ധിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. ഞാൻ 1 മാസത്തോളം സൗദി അറേബ്യയിൽ അണ്ടർഗ്രൗണ്ടിൽ, അതായത് ഒളിവിൽ ശുശ്രൂഷ ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടെയുള്ളവരുടെ ദാഹം, അതായത് നമ്മൾ വളരെ ദൂരെ പാം ഹൗസുകളിലാണ് ഈ ധ്യാനവും കുർബാനയൊക്കെ വെക്കുന്നത്. പലതരത്തിൽ നമ്മൾ എടുത്തിട്ടാണ്, അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ എനിക്ക് നിവൃത്തിയില്ല. അവിടേക്ക് 4500-5000 പേരാണ് വന്നിരുന്നത്. കാരണം അവർക്ക് വല്ലപ്പോഴും ഒരിക്കലാണ് ഒരു കുർബാന കിട്ടുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അവർക്ക് കുർബാന സംബന്ധിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ചില ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകളും തിരുവചന ഭാഗങ്ങളൊക്കെ വായിച്ച്, ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ വളരെ വലിയ കുസ്തോതിയിൽ കുർബാന വാഴ്ത്തി അവർക്ക് വേണ്ടി കൊടുക്കും. അവിടെ ചിലവരെയൊക്കെ നമ്മൾ ശുശ്രൂഷകരായിട്ട് നിയമിച്ചിട്ടുണ്ട്. അവർ കുർബാന എന്നിട്ട് എടുത്ത് കൊടുക്കും. എന്തുമാത്രം ദാഹത്തോടു കൂടിയാണ് അവർ കുർബാന സംബന്ധിക്കുന്നത്. കാരണം അവർക്ക് വല്ലപ്പോഴും ഒരിക്കലാണ് ഒരു കുർബാന കിട്ടുന്നത്. അങ്ങനെയുള്ള ആ മനുഷ്യരുടെ മോഹത്തോട്, ഈ അഭിലാഷം ഉണ്ടല്ലോ, ഈ കുർബാന സംബന്ധിക്കാനുള്ള മോഹമുണ്ട്, പക്ഷെ നിവൃത്തിയില്ല, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി. ഒരുപാട് ആഗ്രഹമുണ്ട്, ദാഹമുണ്ട്, പക്ഷേ നിവൃത്തിയില്ല. അവരുടെ ആഗ്രഹത്തോടും മോഹത്തോടും അഭിലാഷത്തോടും ചേർത്ത് നമ്മുടെ ഈ കർത്താവിനുള്ള സ്നേഹം അവരോട് ചേർത്ത് ആ മനുഷ്യരുടെ ഈ കുർബാന കിട്ടാത്ത ആളുകളുടെ ആ മനുഷ്യരുടെ മോഹത്തോടും ഇല്ലേ, അഭിലാഷത്തോടും അതോടൊപ്പം തന്നെ അവർ സങ്കടത്തോടും ചേർത്ത് നമ്മുടെ ഈ സ്ഥിതിവിശേഷം കാഴ്ചവെക്കുക. അവർക്കും നമുക്കും ഇത് അനുഗ്രഹമായിട്ട് വരും. പിന്നെ 22-ാം സങ്കീർത്തനം ഓർക്കുക. നിങ്ങളെ സങ്കീർത്തനം, ആ സങ്കീർത്തനം ഏതാണ്ട് മുഴുവനായിട്ടും തന്നെ നമ്മുടെ ഈ വലിയ ആഴ്ചയിൽ തിരുക്കർമ്മങ്ങളിൽ വരുന്നുണ്ട്. ഞാൻ അതിലത്തെ ഏതാനും വാക്യങ്ങളൊന്ന് വായിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എൻ്റെ ദൈവമേ, പകൽ സമയത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു, എങ്കിലും അങ്ങ് ഉത്തരം അരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊരു സ്വൈരവുമില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ,
അങ്ങ് പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങിൽ ശരണം വെച്ചു. അവർ അവർ ആശ്രയിക്കുകയും അങ്ങ് അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ അങ്ങയോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു. അവർ അങ്ങിൽ ആശ്രയിച്ചു, ലജ്ജിച്ച് പോയതുമില്ല. അപ്പം ഇത് നമ്മുടെ മനസ്സിൻ്റെ വേദനയാണ്. കർത്താവ് ഈ പ്രാർത്ഥന കുരിശിൽ കിടന്നുകൊണ്ട് ചൊല്ലിയിട്ടുണ്ട്. നമുക്ക് ആ പ്രാർത്ഥന അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം. ഞാൻ അതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമേ വായിച്ചുള്ളൂ. അതേസമയം നമുക്ക് ഇത് ചൊല്ലുമ്പോൾ തന്നെ 33 സങ്കീർത്തനം നമുക്ക് ഓർക്കാം. 33 സങ്കീർത്തനത്തിലെ ചില വചനങ്ങൾ ഞാൻ മൊത്തം വായിക്കുന്നത് ഇച്ചിരി വലിയ നീണ്ട സങ്കീർത്തനമാണ്. 16 മുതലുള്ള തിരുവചനങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. സൈന്യബാഹുല്യം കൊണ്ട് രാജാവ് ജയം പ്രാപിക്കുന്നില്ല. കരുത്തിൻ്റെ ആധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യാമോഹമാണ്. തൻ്റെ വലിയ ബലം കൊണ്ട് അത് കുതിരക്കാരനെ വിടുവിക്കുന്നില്ല. യാഹ്വയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഉണ്ട്. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു. എറണാകുളത്തെ ഒരു വൈദികൻ എന്നോട് പറഞ്ഞതാണ്, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ശക്തി അപാരമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വചനമാണ്, ബലവാന്മാരെ നാണം കെടുത്താൻ കർത്താവ് ബലഹീനരെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ ഭയങ്കര കരുത്തന്മാരാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എറണാകുളം, അതുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സൈന്യം എന്ന് പറയുന്നത് 300ഓളം വൈദികരും അതിനൊത്ത അൽമായരുമാണ്. അവരോട് നമുക്ക് പറയാനുള്ളത് ഇതുമാണ്: സൈന്യബാഹുല്യം കൊണ്ട് രാജാവ് ജയം പ്രാപിക്കുന്നില്ല. കരുത്തിൻ്റെ ആധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യാമോഹമാണ്. വിമത അൽമായ ഗുണ്ടകളെ കൊണ്ടും അതിരൂപത സംരക്ഷണ അഴിമതിക്കാരെ കൊണ്ടും ജയിക്കാമെന്ന ആശ വ്യാമോഹമാണ്. നമ്മളത് അവരോട് പറയുന്നതാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിനോടാണ്. പക്ഷേ അവർക്കുള്ള നമ്മുടെ സന്ദേശം ഇതാണ്: യാഹ്വയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലാണ്, തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന നമ്മുടെ മേലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയുണ്ട്. ഈ കർത്താവിനെക്കുറിച്ച് സഹനദാസൻ എന്നാണല്ലോ കർത്താവ്. ആ സഹനദാസനെക്കുറിച്ചുള്ള സംഗതികൾ നമുക്കൊന്നുകൂടി കേട്ടിട്ട് അതിൻ്റെ ഇന്ന് നമുക്കുള്ള പ്രസക്തി കൂടി ചിന്തിക്കാം. അവൻ ആകാര ഭംഗിയില്ല, കോമളത്വമില്ല, ആകർഷകമായ സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനും ഉപേക്ഷിക്കപ്പെട്ടവനും ദുഃഖാപാത്രവും രോഗം ശീലിച്ചവനും ആയിരുന്നു. അവനെ കണ്ടവർ മുഖം മറച്ച് കളയത്തക്ക വിധം അവൻ വെറുക്കപ്പെട്ടവനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സത്യത്തിൽ നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. നമ്മളോ ദൈവം അവനെ ശിക്ഷിച്ചുവെന്നും പ്രഹരിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും വിചാരിച്ചു. എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം എല്ലാവരും വഴിതെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയിരുന്നു. എന്നാൽ യാഹ്വേ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ തൻ്റെ വായ് തുറന്നില്ല. പീഡനത്താലും ശിക്ഷാവിധിയാലും അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് വിചാരിച്ചു? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു, സമ്പന്നന്മാരോടുകൂടെ അവന് കല്ലറിയും. അവനെ തകർത്ത് കളയണമെന്നത് യാഹ്വയുടെ ഹിതമായിരുന്നു. അവിടുന്ന് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവൻ്റെ പ്രാണൻ പാവപരിഹാര ബലിയായി അർപ്പിക്കുമ്പോൾ അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യാഹ്വയുടെ ഹിതം അവൻ്റെ കൈയാൽ നിറവേറുകയും ചെയ്യും. ഇങ്ങനെ കർത്താവ് സഹിച്ചു, തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട്. അങ്ങനെ സഹിച്ച കർത്താവിനോടും അവൻ്റെ മാർപ്പാപ്പയോടും അവൻ്റെ സത്യസഭയോടും നിൽക്കുമ്പോൾ നമ്മൾ ഏൽക്കുന്ന ഈ പീഡനം തന്നെ നമ്മുടെ ബലിയായി കർത്താവ് സ്വീകരിക്കും. നമ്മൾ കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും മാർപ്പാപ്പയോടും ചേർന്ന് നിൽക്കുമ്പോൾ അതൊരു ബലിയാണ്. കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, പീഡിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പേടിപ്പിക്കുന്നു, എല്ലാ തരത്തിലും. അപ്പം നമ്മൾ ഈ കർത്താവിനേറ്റതിൻ്റെ ഒരു ചെറിയ വിഹിതം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ, ഈ പീഡനങ്ങൾ തന്നെ നമ്മുടെ ബലിയായിട്ട് കർത്താവ് സ്വീകരിക്കും. അതായിരിക്കും ഈ വിശുദ്ധ വാരത്തിൽ സംഭവിക്കുക. സഭയിൽ വിശുദ്ധരുണ്ടായത് എങ്ങനെയാണ്?
നിങ്ങൾ വിശുദ്ധരാകുന്ന വഴിയിലാണ്. എറണാകുളത്തെ സത്യവിശ്വാസികളെ, നിങ്ങൾ കർത്താവിനോടും മാർപ്പാപ്പയോടും സഭയോടും സഭാ നേതൃത്വത്തോടും ചേർന്ന് സഭ കൽപ്പിച്ച് നൽകിയ ഏകീകൃത കുർബാന എന്ന കുർബാന കിട്ടാൻ വേണ്ടി നിങ്ങൾ നിലകൊള്ളുമ്പോൾ, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും പേടിപ്പിക്കപ്പെടുകയും ഭീഷണിപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിശുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് സഭയിൽ വിശുദ്ധരായി ഉണ്ടായത്. നിങ്ങൾ ആ വിശുദ്ധരുടെ വഴിയിലാണ്.